അപ്പോൾ രണ്ടുപേരും വന്നുണ്ടെങ്കിൽ കൈ കെട്ടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ് കേട്ടോ. ഇന്ന് ചലഞ്ചിങ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. നിങ്ങൾ ഇന്ന് കിച്ചണിലോട്ട് കയറാൻ പാടില്ല, ഇന്നത്തെ ഫുഡ് എന്താണെന്ന് നിങ്ങളുടെ കണ്ണ് കെട്ടിയിട്ട് നിങ്ങൾ തൊട്ട് നോക്കി മണത്ത് നോക്കിയിട്ടും എന്താണെന്ന് പറയണമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി രണ്ടുപേർക്കും കേട്ടോ. ഇങ്ങനെ ചലഞ്ചിങ് വീഡിയോ ഒക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യാമേ, എന്ത് രസമാണ്, കുറച്ച് നേരം കളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഞാൻ മസാല ദോശയും കോഫിയാണ് ഇവർക്ക് റെഡി ആക്കിയിരിക്കുന്നത്. ഇച്ചുവിൻ്റെ കയ്യിലോട്ട് അമ്മ തരുക, മണത്ത് വേണമെങ്കിൽ നോക്കാം, ടച്ച് ചെയ്ത് നോക്കാം. ദോശ എന്തോ ദോശയാ? സാൾട്ടോ? എന്ത് ദോശയാണ് നല്ല മണം കിട്ടിയോ? സാധാ ദോശ. ഓക്കെ, ഇനി ഡ്രിങ്ക്സിന്റെ മണം അമ്മ കുനിഞ്ഞാൽ മതി. അമ്മ മണിപ്പിച്ചു, മണിപ്പിച്ചു നോക്ക്. ചായ. ഓക്കെ, അടുത്ത ടാനിയുടെ അവസരം വരുന്നുണ്ട്. ടാനി ഇത്തിരി കണ്ടുപിടിക്കാൻ പാടാണ് കേട്ടോ. ഇച്ചുവാണ് ഭയങ്കര മണം പിടിക്കുന്നതിൽ ഏറ്റവും മിടുക്കൻ ഇച്ചു തന്നെയാണ് കേട്ടോ. എന്താവും അറിയത്തില്ല. ടാനി ടച്ച് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. ടാനിക്ക് ആദ്യമേ ഡൗട്ട് അടിച്ചത് എലേപ്പമാണോ എന്നൊരു ഡൗട്ട് തോന്നി കേട്ടോ. ടാനി പറയുന്നുണ്ട് എലേപ്പമാണോ എന്നൊരു ഡൗട്ട് ഉള്ളത്. ഇപ്പം ടാനി എന്താ പറയുന്നത് നമുക്ക് നോക്കാമല്ലോ. അപ്പം ഒറ്റ അവസരമേ ഉള്ളൂ. താത്ത് വെച്ചോ. ആ, ഈ ഇച്ചു ആ ഗ്ലാസ് എടുത്ത് കൈ കൊടുത്തപ്പോൾ ഇതൊക്കെ തട്ടിയിട മണിപ്പിച്ചാൽ മതി. അത് കൈ ടച്ച് ചെയ്യണ്ട. ചൂടുള്ള എന്തോ കാപ്പി. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവർ ചലഞ്ചിങ് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കുന്നു. കാര്യം ഇതിനകത്ത് നല്ല മണം കേട്ടോ. ഇന്ന് വീടിനകത്ത് ഫുള്ള് നല്ല മണം. ഒന്ന് നമ്മുടെ മസാല ദോശയ്ക്ക് പ്രത്യേക ഒരു മണമാണല്ലോ. മസാല ദോശയുടെ ഒരു മസാലയൊക്കെ ഇട്ട് നമ്മൾ കിഴങ്ങ് വേവിക്കുമ്പോൾ അതിനൊരു നല്ല മണമാണല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഫി പൗഡർ പീരിമീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു കോഫി പൗഡർ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒറിജിനൽ കോഫി പൗഡറാണ്, നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല മണമാണ്. കുറേ നേരം ഇതിൻ്റെ മണം നിൽക്കും കേട്ടോ. എന്നിട്ട് ഇവർ രണ്ടുപേരും കണ്ടുപിടിച്ചില്ല. ടാനിയെ കണ്ടുപിടിച്ച് കോഫി പക്ഷേ ചലഞ്ചിങ് വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷേ അവർ കണ്ടുപിടിച്ചില്ല കേട്ടോ. ഇനി ഇങ്ങനെയൊക്കെ വീഡിയോസ് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടമ്മേ. അതുപോലെ തന്നെ മസാല ദോശ രണ്ടുപേർക്കും ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ. രണ്ടുപേർക്കും അതും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കോഫിയും. പിന്നെ ഇന്ന് നമുക്ക് തണുത്ത ആഹാരങ്ങൾ, ഇന്നലെ ഇച്ചൂസിന് ഒരു പനിയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നങ്ങ് കോഫിയിലോട്ടങ്ങ് മാറാം, അല്ലെങ്കിൽ ചൂട് ഐറ്റത്തിലേക്ക് മാറാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് ഇന്ന് ഞാൻ നമ്മുടെ കോഫിയും മസാല ദോശയും ആക്കിയത് കേട്ടോ. എപ്പോഴും അങ്ങ് ഫ്രൂട്ട്സ് തന്നെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് പിന്നെ എന്തോ ഒരു കഫക്കെട്ടിൻ്റെ ഒക്കെ ഒരു ലക്ഷണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു റൂട്ട് മാറ്റി പിടിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.